എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ചെറുനാരങ്ങ കറി ഉണ്ടാക്കുന്നതിൻ്റെ ഒരു വീഡിയോ ആണ്. അതിന് വേണ്ടിയിട്ട് 5 നാരങ്ങയാണ് എടുത്തിട്ടുള്ളത്. നാരങ്ങ നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ടുണ്ട്. അത് കുറച്ച് വെള്ളം തിളപ്പിച്ച് അതിലേക്ക് 2 സ്പൂൺ ഉപ്പിട്ട് ഒന്ന് കലക്കി എടുക്കുക. ആ തിളച്ച വെള്ളത്തിലേക്ക് ഈ നാരങ്ങ ഇട്ട് കൊടുക്കാം. നാരങ്ങ ഇട്ട് ഒരു 10 മിനിറ്റ് ആ വെള്ളത്തിൽ തന്നെ ഇട്ടേക്കുക. ആ ഉപ്പ് വെള്ളത്തിൽ കിടന്ന് നാരങ്ങ ഉപ്പ് പിടിച്ച് വരുമ്പോൾ എത്ര കയ്പ്പുള്ള നാരങ്ങയും കറി വെച്ച് കഴിഞ്ഞാൽ കയ്പ്പുണ്ടാവില്ല. ഇനി ഇപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. അതിന് കോരി വെള്ളം വാർന്നു പോകാൻ വയ്ക്കാം. ഇനി നാരങ്ങ ഒന്ന് തുടച്ച് ഒരു തുണി കൊണ്ടോ പേപ്പർ കൊണ്ടോ തുടച്ചെടുക്കാവുന്നതാണ്. എന്നിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുക. എല്ലാം ഇപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് ഇട്ട് 2 സ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി വയ്ക്കുക. ഒരു 30 മിനിറ്റ് അത് വെച്ചേക്കുക. അപ്പോൾ ആ ഉപ്പും നാരങ്ങ എല്ലാം കൂടെ പിടിച്ച് നല്ലതായിട്ട് അതിൻ്റെ ചാറ് നല്ലപോലെ ഇളകി കിട്ടും. ഇനി അടച്ച് വെച്ച് ഇനി ഇതിലേക്ക് ചേർക്കാൻ വേണ്ടി ഒരു തണ്ട് കറിവേപ്പില, 8 വെളുത്തുള്ളി, 1 കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക് എന്നിവയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഒരു പാനിലേക്ക് 1 സ്പൂണ് ഉലുവ ചേർത്ത് കൊടുക്കുക. ഉലുവ നന്നായിട്ട് വറുത്ത് ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് 1/2 സ്പൂണ് ജീരകവും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി എടുത്ത് വെച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കുക. എത്ര കനം കുറച്ചരിയോ അത്രയും നല്ലതായിരിക്കും. ഉലുവയും ജീരകവും ഒന്ന് പൊടിച്ചെടുക്കണം. ഇപ്പോൾ 1/2 മണിക്കൂർ ആയിട്ടുണ്ട്. ഇത് നല്ലപോലെ ചാറ് വന്നിട്ടുണ്ട്. ഇനി പാനിലേക്ക് കുറച്ച് എള്ളെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. അതിലേക്ക് 1 സ്പൂൺ കടുക് ഇട്ട് കൊടുത്തു. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തു. കടുക് പൊട്ടുന്ന സമയത്ത് അരിഞ്ഞു വെച്ച വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിക്കുക. നന്നായിട്ട് ഇളക്കി നല്ലപോലെ ഒന്ന് മൂത്ത് വരണം. ഇഞ്ചി വെളുത്തുള്ളിയെല്ലാം ഇപ്പോൾ നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് അതിലേക്ക് 1 സ്പൂണ് കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് കായം ചേർക്കുന്നതാണ് നല്ലത്. നല്ല ചൂടായ എണ്ണയിലേക്ക് കായം ഇട്ട് നന്നായിട്ട് ഒന്ന് മൂക്കുമ്പോഴത്തേക്ക് നല്ല മണമായിരിക്കും അച്ചാറിന്. ഇനി ഇതിലേക്ക് നാരങ്ങ പീസുകൾ മാത്രം ഇട്ട് കൊടുക്കുക. ചാറ് ഒഴിക്കേണ്ട. ഇപ്പോഴും ലാസ്റ്റ് ഒഴിച്ചാൽ മതിയാകും. എന്നിട്ട് നാരങ്ങ നന്നായിട്ടൊന്ന് വഴറ്റുക. എത്രത്തോളം വഴറ്റിയെടുക്കും അത്രയ്ക്കും ടേസ്റ്റ് ആയിരിക്കും. ഇങ്ങനെ ഉണ്ടാക്കി കഴിയുമ്പോൾ നമുക്ക് ഉണ്ടാക്കിയ പിറ്റേന്ന് തന്നെ അച്ചാർ ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂണ് കാശ്മീരി ചില്ലിയും 1.5 സ്പൂണ് നോർമൽ മുളക് പൊടിയുമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല എരിവുണ്ടാകും, കളറും കിട്ടും. നല്ല അച്ചാറിന് നല്ല കളറുണ്ടാവുകയും ചെയ്യും. ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കുക. നല്ലപോലെ ചൂടായതിന് ശേഷം എടുത്ത് വെച്ച് അതിൻ്റെ നീരും കൂടി ചേർത്ത് കൊടുക്കാം. നീര് ചേർത്ത് ഒന്ന് ചൂടാകുമ്പോൾ തന്നെ സ്റ്റവ് ഓഫാക്കാം. ഇനി ഇതിലേക്ക് പൊടിച്ചു വെച്ച ഉലുവയും ജീരകവും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 സ്പൂണ് പഞ്ചസാരയും കൂടി ചേർത്ത് എടുക്കുകയാണ്. പഞ്ചസാര ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. മധുരം അറിയില്ല എങ്കിലും
പുളിയുടെ കൂടെ കുറച്ച് പഞ്ചസാരയും കൂടെ ആകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. നന്നായിട്ട് തണുത്തതിന് ശേഷം കുപ്പിയിലേക്ക് മാറ്റാവുന്നതാണ്. ഒരു എയർ ടൈറ്റായ അടപ്പ് കൊണ്ട് അടച്ചു വയ്ക്കുകയാണെങ്കിൽ എത്ര നാളിരുന്നാലും ഇത് കേടാവുകയില്ല. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതട്ടെ. താങ്ക് യു.